الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അവൻ വിരോധിച്ചതിൽ നിന്ന് അകന്നു നിന്ന് സംശുദ്ധമായ ജീവിതം നയിച്ച് മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകന് വിശ്വാസികളായ നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും ജാഗ്രതയും ഒക്കെ എന്തായിരുന്നു എന്ന് ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയിട്ടുണ്ടായി. സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നവരും ഇകഴ്ത്തപ്പെടുന്നവരും അകറ്റി നിർത്തപ്പെടുന്നവരുമായ വിഭാഗത്തെ തന്നോട് ചേർത്ത് പിടിച്ചു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. അങ്ങനെ ചേർത്ത് പിടിക്കാൻ പ്രവാചകന് പ്രചോദനമായ, അതിൽ ഒരു വിട്ടുവീഴ്ചയും വരാതെ ശ്രദ്ധ കാണിക്കാൻ കാരണമായ ഒരു വചനമാണ് സൂറത്തുൽ അൻആമിലെ 52-ാമത്തെ വചനം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആരംഭകാലത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാചകനോട് ഒട്ടിച്ചേർന്നതും ആ ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറായി മുന്നോട്ട് വന്നതും പാവപ്പെട്ടവരും സാധുക്കളും അടിമകളും അശരണരും പീഡിതരും മർദ്ദിതരുമായ ആളുകളായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നു. അല്ലാത്തവരുമുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള
അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഈ പരാമർശിക്കപ്പെട്ട രൂപത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രവാചകനോട് ചേരാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. പ്രവാചകൻ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഇത് അന്ന് അറേബ്യയിൽ ജീവിച്ചിരുന്ന ആഢ്യന്മാരായ അറബികൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അവർ ഇരിക്കുന്ന സദസ്സിൽ വരാൻ പോലും അവർ മടി കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഇവരോടൊപ്പം ഖുറൈശി പ്രമുഖന്മാർ, ആഢ്യന്മാരായ സമ്പന്നന്മാരായ ആളുകൾ കൂടി വരുന്നതിന് അങ്ങേയറ്റം താല്പര്യം കാണിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഇതൊക്കെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശി പ്രമുഖന്മാരായ ചില ആളുകൾ പ്രവാചകനോട് പറഞ്ഞു, അടിമകളും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരുമായി താങ്കളോടൊപ്പം കൂടിച്ചേർന്ന ആളുകളെ താങ്കൾ അകറ്റാൻ തയ്യാറാണ് എങ്കിൽ അങ്ങയോടൊപ്പം ചേരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രവാചകനോട് കരാർ ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യും. സ്വാഭാവികമായിട്ടും അതിനോടൊരു മാനസികമായ ആഭിമുഖ്യം മനുഷ്യ സഹജമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായേക്കാം. ഉണ്ടായി എന്ന് വേണം നമുക്ക് ഈ വചനത്തിന്റെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ വന്നപ്പോൾ അവരുടെ ആ വാഗ്ദാനത്തോടും പ്രവാചകൻ അവർ പറഞ്ഞ കാര്യങ്ങളോടുള്ള നിലപാടെടുക്കുന്നതിലും എന്തായിരിക്കണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തിയ ഒരു വചനമാണ് ഈ സൂറ അൻആമിലെ 52-ാമത്തെ ഈ വചനം ഞാൻ ഓതി വെച്ചത്. അതിന്റെ അർത്ഥം വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അവന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അവനിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ നീ ആട്ടിക്കളയരുത്. വലാ തത്റുദ്, നീ ആട്ടിക്കളയരുത്, നീ അകറ്റിക്കളയരുത്. അവരുടെ വിശേഷമാണ് പറഞ്ഞത്. അവർ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നിട്ട് പറയുന്നു, മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ, അവരുടെ കണക്ക് നോക്കേണ്ട ബാധ്യത നിനക്കില്ല. വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇൻ, നിന്റെ കണക്ക് നോക്കേണ്ട ആവശ്യം അവർക്കുമില്ല. ആകയാൽ ഫതത്റുദഹും, എന്നിട്ടല്ലേ നീ അവരെ ആട്ടിപ്പായിക്കുക. ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെ എങ്ങാനും നീ ചെയ്താൽ നീ അക്രമകാരികളുടെ കൂട്ടത്തിലായിത്തീരും. എന്തിനാണ് പ്രിയമുള്ളവരെ ഒരു വിശദീകരണം ഇതിന്? അത്ര ക്ലാരിറ്റി പ്രവാചകന് നൽകിയ നിലപാട് എന്തായിരിക്കണം എന്ന് പഠിപ്പിച്ച് നമ്മൾ കാണുകയാണ്. ഇതേ ആശയം തന്നെ സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ വചനത്തിൽ കാണാം. വസ്ബിർ നഫ്സക, രണ്ട് സ്ഥലത്താണ് ഈ പ്രയോഗം നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് അൻആമിലെ 52-ാമത്തെ വചനം, രണ്ട് സൂറത്തുൽ കഹ്ഫിലെ 28. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. കാണാപ്പാടമാണ് നമുക്കെല്ലാവർക്കും. എന്താണ് പറഞ്ഞത്? നീ നിന്റെ മനസ്സിനെ, ശരീരത്തെ നീ അടക്കി നിർത്തണം. ആരോടൊപ്പം? രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം. വലാ തഅദു ഐനാക അൻഹും തുരീദു ദീനത്തൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം ആഗ്രഹിച്ചുകൊണ്ട് അവരിൽ നിന്ന് നിന്റെ കണ്ണ് നീ തിരിച്ചു കളയരുത്. എന്താണ് ആ ശാസന? വലാ തഅദു, നീ തിരിച്ചു കളയരുത് നിന്റെ രണ്ട് കണ്ണുകൾ അവരിൽ നിന്ന്. എന്തിന്?
തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിലെ അലങ്കാരം, ഭംഗി, പിന്നെ ആഡംബരം, സീനത്ത്, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, അങ്ങയോട് വാഗ്ദാനം ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നമ്മുടെ സ്മരണയിൽ നിന്ന് അവന്റെ ഹൃദയത്തെ അശ്രദ്ധമാക്കി കളഞ്ഞവരാണ്. അവരെ നീ അനുസരിക്കരുത്. വത്തബഅഹവാഹു, അവർ പിൻപറ്റുന്നത് തന്നിഷ്ടത്തെയാണ്. അത്തരക്കാരെ താങ്കൾ അനുസരിക്കരുത്. വകാന അംറുഹു ഫുർത, അവന്റെ കാര്യം ഗൗരവതരമാണ് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു. ഈ രണ്ട് വചനങ്ങൾ നമ്മുടെ മനസ്സിലൊന്ന് വെക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മളൊക്കെ. ആ സൃഷ്ടികളിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. നല്ല സുന്ദരന്മാരായ ആളുകളുണ്ട്, വൈരൂപ്യമുള്ള ആൾക്കാരുണ്ട്, നല്ല ആരോഗ്യമുള്ളവരുണ്ട്, അനാരോഗ്യമുള്ളവരുണ്ട്, കാഴ്ച ശക്തി ഉള്ളവരുണ്ട്, രണ്ട് കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്തവരുണ്ട്, കേൾവി ശക്തി ഉള്ളവരുണ്ട്, രണ്ട് ചെവി ഉണ്ടായിട്ടും ഒരു ശബ്ദം പോലും കേൾക്കാൻ ഭാഗ്യമില്ലാത്തവരുണ്ട്, നല്ല ആരോഗ്യമുള്ള ശരീരത്തോടുകൂടി രണ്ട് കാലുകളും വെച്ച് നടന്നു പോകാൻ കഴിയുന്നവരുണ്ട്, അതിന് കഴിയാത്തവരുണ്ട്. അതുപോലെ തന്നെ കയ്യും കാലുമൊക്കെ ഉണ്ട് എങ്കിലും അത് ഉപയോഗപ്പെടുത്തി നടക്കാനോ അതിന്റെ പ്രയോജനം നേടിയെടുക്കാനോ കഴിയാത്തവരുണ്ട്. കണ്ടിട്ടില്ലേ നമ്മൾ പലരെയും തന്റെ പിൻഭാഗത്ത് ഒരു റബ്ബർ ഷീറ്റ് കെട്ടിവെച്ചിട്ട് ചിലപ്പോൾ അതിന്റെ അടിയിൽ ഒരു ചക്രവും കൂടി ഘടിപ്പിച്ചിട്ട് നീങ്ങിപ്പോകുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ലേ? അത് കാണുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ഏമത്ത് നാം ഓർക്കുക, ഇങ്ങനെയെങ്കിലും നടക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഇങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താവും, താഴെയുള്ളവരിലേക്ക് നോക്ക് നിങ്ങൾ. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ മീതെ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് നിസ്സാരമായി കാണാതിരിക്കാൻ, അതാണ് ഏറ്റവും അർഹതയുള്ളത്. ഇതൊക്കെ കൂടി ചേരുന്നവരാണ് പ്രിയമുള്ളവരെ ഈ സമൂഹം. എല്ലാവരും ഉണ്ട് ഈ സമൂഹത്തിൽ. അത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, നമുക്കാർക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അല്ലാഹു കൃത്യമായ കാര്യം പറയുന്നുണ്ട് സൂറത്തു ഖസസിലെ 68-ാമത്തെ വചനത്തിലൂടെ, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ സുബ്ഹാനല്ലാഹ് തആല അമ്മാ യുശ്രികൂൻ. വറബ്ബുക യഖ്ലുഖു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് സൃഷ്ടിക്കുക. ഒരേ മാതാപിതാക്കൾക്ക് തന്നെ ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി നന്നായി കണ്ണു കാണുന്ന മക്കളെ അല്ലാഹു നൽകും. വർത്തമാനം പറയുവാൻ കഴിവില്ലാത്ത മാതാപിതാക്കൾക്ക് നല്ല സുന്ദരമായ വർത്താനം പറയുന്ന സന്താനങ്ങളെ അല്ലാഹു നൽകും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അല്ലാഹുവിനെ വിട്ടൊരു കളി വേണ്ട പ്രിയമുള്ളവരെ. എന്നിട്ട് വയഖ്താറു, അവൻ തെരഞ്ഞെടുക്കുന്നു. മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് ഒരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല. എന്റെ മോൻ, എന്റെ മോൾ ഇന്നതുപോലെ ആയിരിക്കണം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പക്ഷേ ഇടപെടാനുള്ള അവകാശമില്ല. ഒരു വലിയനും ഒരു സിദ്ധനും ഒരാണിനെ പെണ്ണാക്കാനോ പെണ്ണിനെ ആണാക്കാനോ കഴിയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു വരുത്തുന്നവരോടുള്ള മനോഭാവം എന്താകണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധൻ. വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു അത്യുന്നതനാണ്. ഇത് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സത്യം. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും. അപ്പൊ ഇവരും ഉൾക്കൊള്ളുന്നതാണ് സമൂഹം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതോടൊപ്പം തന്നെ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുകയോ അവഗണിക്കുകയോ പിന്നെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയോ അല്ല വേണ്ടത്, പുച്ഛിക്കുകയോ അല്ല വേണ്ടത്, മറിച്ച് ചേർത്ത് പിടിക്കലാണ്, ഒപ്പം കൂട്ടലാണ്. അതാണ് മതം പഠിപ്പിച്ചു തന്നത്, അതാണ് അല്ലാഹു പഠിപ്പിച്ചു തന്നത്, അതാണ് റസൂൽ നമുക്ക് മാതൃകയാക്കി കാണിക്കുന്നത്. ആ രംഗത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അല്ലാഹു തയ്യാറായിരുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സംഭവമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. എല്ലാവർക്കും അറിയാം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന സഹാബി അന്ധനായിരുന്നു, ആഴ്മയായിരുന്നു. ആ പ്രയോഗം തന്നെ ഖുർആനിൽ അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. ആ അന്ധനായ മനുഷ്യൻ അടുത്തു വന്നപ്പോൾ മുഖം ചൊളിച്ചു തിരിഞ്ഞു കളഞ്ഞു താങ്കൾ. അള്ളാന്റെ റസൂലിനോടുള്ള ശാസനയാണിത്, ഓർമ്മപ്പെടുത്തലാണിത്. അതിനൊരു പശ്ചാത്തലമുണ്ട്, വെറുതെയല്ല. ഖുറൈശി പ്രമുഖന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ഇരുന്ന് മതത്തെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന രംഗം. അടുത്ത നിമിഷം അവർ മുസ്ലിമീങ്ങളാകും എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന പ്രവാചകൻ ആ സദസ്സിലേക്കാണ്, അവിടെ ആരൊക്കെ ഇരിക്കുന്നു എന്ന് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അറിയുമോ അറിയില്ല. അവിടെ പുറത്ത് വന്നു നിന്നുകൊണ്ട് യാ മുഹമ്മദ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി, മതം പഠിപ്പിച്ചതായിരിക്കും, വാർഷിദിനി, എനിക്ക് മാർഗദർശനം താ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു നിൽക്കുക. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പിലിരിക്കുന്നത് ഇവരെ ഒന്നും കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത ആഠ്യന്മാരായ ഖുറൈശികൾ. ഒന്ന് മുഖം തിരിച്ചു റസൂൽ, സ്വാഭാവികം. അല്ലാഹു ശാസിച്ചു പ്രവാചകനെ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിന്റെ ഗൗരവം. എന്നിട്ട് ചോദിച്ചു, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ അമ്മാ മൻ ഇസ്തഗ്ന ഫഅന്ത ലഹു തസദ്ദ വമാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅന്ത അൻഹു തലഖ. നിനക്കെങ്ങനെ അറിയാം? ഈ വന്നിരിക്കുന്ന അന്ധനായ മനുഷ്യൻ ഉത്ബോധനം ശ്രവിക്കുകയും ആ ഉത്ബോധനം അവൻ ഉപകാരപ്പെടുകയും ചെയ്തേക്കാമല്ലോ. നീ എനക്കെന്തറിയാം? നീ എന്താ തിരിഞ്ഞു കളഞ്ഞത്? എന്നാൽ നിന്റെ അടുക്കൽ ധന്യത നടിച്ചുകൊണ്ട് വന്നവർക്ക് വേണ്ടി നീ നിന്റെ മുഖത്തെ മാറ്റി നിർത്തി. അവർക്ക് വേണ്ടി നീ മുഖം കൊടുത്തു, ശ്രദ്ധ തിരിച്ചു. അങ്ങനെ വന്നിരിക്കുന്ന ഈ ആഠ്യന്മാര് സംസ്കാര സമ്പന്നരായി മതം ഉൾക്കൊണ്ട് നല്ലവരായില്ലെങ്കിൽ നിനക്കെന്താ? ആ പ്രയോഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ ഗൗരവം. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അടുക്കലേക്ക് ഉത്സാഹത്തോടെ പാഞ്ഞു വന്നവൻ, അവനിൽ നിന്നാണ് നീ മുഖം തിരിച്ചു കളഞ്ഞത്. സൂറത്തു അബസയിലെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ റസൂലിനെ ശാസിച്ച വചനങ്ങളാണ്. റസൂലിനെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അതിലെ 3-ാമത്തെ വചനം വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക എന്നതും 4-ാമത്തെ വചനം യസ്സക്കറു ഫതൻഫഅഹു الذിക്റ എന്നതും വഅമ്മാ മൻ ജാഅക യസ്ആ എന്നതും വഹുവ യഖ്ശാ എന്ന 9-ാമത്തെ വചനവും 3-ാമത്തെ വചനവും 4-ാമത്തെ വചനവും 8-ാമത്തെ വചനവും 9-ാമത്തെ വചനവും അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ച വാക്കുകളാണ്. ഇതാണ് മതം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം, ഇത്തരക്കാരോടുള്ള സമീപനം. അതിനുശേഷം ഒരിക്കലും വൈരനിര്യാത ബുദ്ധിയോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനോട് പെരുമാറിയിട്ടില്ല. നമ്മളൊക്കെ ആണെങ്കിലോ അങ്ങനെ ഒരു അവസരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ അവനെ തിരിഞ്ഞു നോക്കൂല, അവനെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്താനേ നമ്മൾ ശ്രമിക്കുള്ളൂ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ റസൂൽ സ്വീകരിച്ചിരുന്ന വാചകം എന്താണെന്നറിയുമോ? മർഹബാ
ലിമൻ ആതബനില്ലാഹു ഫീഹി, എന്നെ ആരുടെ കാര്യത്തിൽ അല്ലാഹു ശകാരിച്ചുവോ ആ മനുഷ്യന് സ്വാഗതം. എന്താണ് റസൂലിന്റെ ആ മനസ്സ്? ഈ മനുഷ്യൻ നിമിത്തമാണ് എന്റെ റബ്ബ് എന്നെ ശാസിച്ചത്, ആ മനുഷ്യന് സ്വാഗതം എന്ന് പറയുക മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന് പള്ളിയിൽ, മദീന പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പലരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു ബാങ്കായി നിശ്ചയിച്ചു, ബാങ്ക് കൊടുക്കുന്ന ആളായി നിശ്ചയിച്ചു, മുഅദ്ദിനുർ റസൂലായി മാറി. ബിലാൽ ഇബ്നു റബാഹ് ഉണ്ട്, അങ്ങനെ പലരും ഉണ്ട്. തന്നെയുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, യുദ്ധത്തിനാകട്ടെ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാകട്ടെ യാത്ര പോകുമ്പോൾ റസൂലിന്റെ ചാർജ് കൊടുത്തിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനാണ്. ചിന്തിക്കാൻ കഴിയും എനിക്ക് നിങ്ങൾക്കും? കൂട്ടിച്ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അതുമല്ല അന്ധതയോ ബധിരതയോ അതേപോലെ തന്നെ സംസാരശേഷി ഇല്ലാതാവുകയോ ചെയ്യുക എന്നതൊന്നും ഒരു ഔദ്യോഗിക നിർവഹണത്തിന് തടസ്സമുള്ള കാര്യമല്ല എന്നുകൂടി പഠിപ്പിക്കുകയാണ് ചെയ്തത്. നോക്കുങ്ങൾ, മദീനയിൽ നിന്ന് റസൂൽ പുറത്തേക്ക് പോകുമ്പോൾ റസൂലിന്റെ ഉത്തരവാദിത്വം ഇമാമത്ത് നിൽക്കുക, അന്ന് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുക, ഇതിന്റെ ഒക്കെ ചാർജാണ് ഈ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് നബി നൽകിയത്. ഇതിലപ്പുറം ഇനി എങ്ങനെ ചേർത്ത് പിടിക്കണം? അതുമല്ല, ഇങ്ങനെ വൈകല്യമുള്ള വികലാംഗരായ ആളുകളെ വീട്ടിൽ കയറ്റുന്നതും ആഹാരം നൽകുന്നതും അവരോട് നല്ല നിലയിൽ സമീപിക്കുന്നതും ഒക്കെ മോശമാണ് എന്ന് കരുതിയിരുന്ന ആ കാലം പൂർണ്ണമായി ഇന്നും മാറിയെന്ന് ഞാൻ പറയുന്നില്ല. അക്കാലം എന്ന് പ്രത്യേകിച്ച് അടിവരയിടുകയാണ്. ഇത്തരം ആൾക്കാർ വീട്ടിൽ വരുന്നതും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഒരു മോശമായി കണ്ടിരുന്ന ആ സമൂഹം, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൈസ അലൽ അഅ്മാ ഹറജുൻ വലാ അലൽ അഅ്റജി ഹറജുൻ വലാ അലൽ മരീദി ഹറജുൻ വലാ അലാ അൻഫുസികും അൻ തൽകുലൂ മിൻ ബുയൂതികും എന്ന് തുടങ്ങുന്ന ദീർഘമായ സൂറത്തുൽ നൂറിലെ വചനം തുടക്കം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അന്ധനാകട്ടെ മുടന്തനാകട്ടെ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുന്നതും നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതും പിന്നെ നിങ്ങളുടെ പിതാക്കന്മാരുടെ, മക്കളുടെ, പിതൃവ്യന്മാരുടെ എന്ന് പറഞ്ഞ് നിരത്തി പറയുന്നുണ്ട് ആ വചനം. അത് ആർക്കും പരിശോധിക്കാവുന്ന വചനമാണ്. സൂറത്ത് നൂറിലെ 61-ാമത്തെ വചനമാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു ഖുർആൻ. നോക്കുക, നമ്മൾ അവരെ ചേർത്ത് പിടിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പൊ വൈകല്യങ്ങൾ ഏതുമാകട്ടെ, അത് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതിനോ മതനിയമങ്ങൾ പാലിക്കുന്നതിനോ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നതിനോ ഒന്നും തടസ്സമല്ല എന്ന് റസൂല് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിലൂടെ തെളിയിച്ചു. ഇനി ഒരാളുടെയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 18-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. രണ്ടാമത്തെ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തു. ബദർ യുദ്ധം ഒഴിച്ചുള്ള എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് നടന്ന മിക്ക ചരിത്ര സംഭവങ്ങളിലും സാക്ഷിയായി. മക്ക വിജയത്തിന് ശേഷം മക്ക നിവാസികളായ ആളുകൾക്ക്, അവിടെ അവശേഷിക്കുന്ന ബാക്കിയുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ, മതം പഠിപ്പിക്കാൻ, ദീൻ പഠിപ്പിക്കാൻ, അവരെ ദീനിന്റെ മാർഗത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. യാ മുആദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ഒരുപാട് ഹദീസുകളിൽ കാണാം. ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ഗവർണറായി അയച്ചത്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം സിറിയയിൽ നടന്ന ഒരു വലിയ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹത്തിനെ അബൂ അബ്ദുറഹ്മാൻ എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇമാമുൽ ഫുഖഹാ, കൻസുൽ ഉലമാ എന്നൊക്കെയുള്ള വിശേഷനാമങ്ങൾ, ഫഖീഹന്മാരുടെ ഇമാമ്, പണ്ഡിതന്മാരുടെ നിധി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ പെട്ടതാണ്. ഒന്നാം തരം ഫഖീഹായിരുന്നു, ഖുർആൻ ഹിഫ്ദുള്ള ആളായിരുന്നു, മുഹദ്ദിസ് ആയിരുന്നു, ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്.
അങ്ങനെ പല തലങ്ങളിൽ അദ്ദേഹം തെളിഞ്ഞു നിന്നു. അദ്ദേഹം ഒരു മുടന്തനായിരുന്നു, അഴകായിരുന്നു എന്ന്. ആ ഒരു വൈകല്യം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു നാട്ടിലേക്ക് ഗവർണറായി പറഞ്ഞയക്കാൻ, അതും വേദഗ്രന്ഥം നൽകപ്പെട്ടവർ മാത്രമുള്ള നാട്ടിലേക്ക്, ഒരൊറ്റ മനുഷ്യൻ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവരില്ല, അവിടത്തേക്കാ പറഞ്ഞു വിടുന്നു. നോക്കുങ്ങൾ. എന്നിട്ട് അവരെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും സക്കാത്ത് പിരിക്കാൻ ആളില്ലാത്ത, വാങ്ങാൻ ആളില്ലാത്ത വിധം സക്കാത്ത് വിതരണം നടത്തുകയും അവസാനം അവിടുത്തെ സക്കാത്ത് വിഹിതം മുഴുവനും മദീനയിലെ ബൈത്തുൽ മാലിലേക്ക് അയച്ചതൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന സംഭവമാണ് ഈ മുആദ് ബിൻ ജബലിനെ കുറിച്ച്. അദ്ദേഹം ഒരു മുടന്തനായിരുന്നു എന്ന്. നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇതിനൊന്നും പറ്റാത്തവരാണെന്ന് നമ്മൾ വിധിയെഴുതലാണ്, മാറ്റി നിർത്തലാണ്, റസൂല് കൂട്ടിച്ചേർത്ത് നിർത്തിയതാണ്. അതാണ് ഇസ്ലാമിക ചരിത്രം. അതുപോലെ തന്നെ ഈ അംഗവൈകല്യം എന്നുള്ളത് ആരാധനാ കർമ്മങ്ങൾ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുന്നതിന് ഒരു തടസ്സമായിക്കൂടാ. അറിയാമല്ലോ സംഭവം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു തന്നെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ ദൂതരെ, എന്നെ പള്ളിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരു വഴികാട്ടിയില്ല, ഞാൻ വീട്ടിൽ നമസ്കരിച്ചോട്ടെ. റസൂൽ അനുവാദം കൊടുത്തു. എന്നിട്ട് തിരിഞ്ഞു നടന്നു, സന്തോഷത്തോടുകൂടി തിരിച്ചു വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അതസ്മഉൻ നിദാ, ബാങ്ക് വിളിക്കുന്നത് നീ കേൾക്കാറുണ്ടോ? നഅം ഫഅജി, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ നീ അതിന് ഉത്തരം ചെയ്യണം. ആരോടാണ് പറഞ്ഞത്? അന്ധനോട്. ഒരു വൈകല്യവുമില്ലാത്ത, കണ്ണിന് നല്ല കാഴ്ച ശക്തിയുള്ള, ചെവിക്ക് ഒരു പ്രയാസവുമില്ലാത്ത, ആരോഗ്യത്തിനൊരു തടസ്സവുമില്ലാത്ത, ഇനി നടന്നാൽ വരണ്ട, വാഹനത്തിൽ വരാൻ സൗകര്യമുള്ള നമ്മളോ? ഇതിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ? റസൂൽ ഇത് പറഞ്ഞത് അന്ധനായ മനുഷ്യനോട്. അപ്പൊ ഈ പറഞ്ഞതൊന്നും ദീൻ അനുഷ്ഠിച്ച് ജീവിക്കുന്നതിനോ അത് പ്രബോധനം ചെയ്യുന്നതിനോ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനോ ഒന്നും ഒരു തടസ്സമല്ല. അവരെയും ചേർത്ത് പിടിച്ചിട്ടേ സമൂഹം മുന്നോട്ട് പോകാവൂ എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, പ്രവാചകൻ നമുക്ക് മാതൃകയാക്കി തന്നത്. ഇതാണ് നമ്മുടെ മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉൾക്കൊണ്ട് ചേർത്ത് പിടിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ രംഗത്തും അവന്റെ തൃപ്തിയും കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുമെന്ന് ഞാൻ ഉണർത്തുന്നു. നമ്മൾ പൊതുവെ ഇത്തരക്കാരെ സംബന്ധിച്ച് പ്രയോഗിക്കുന്ന വാക്ക് ഭിന്നശേഷിയുള്ളവർ എന്നാണ്. ഭിന്നശേഷിയുള്ളവരെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും പുനരധിവാസത്തിനും അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അവരുടെ തൊഴിലിനും ആ തൊഴിലിൽ ഉദ്യോഗങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനും ഒക്കെ ഭരണകൂടങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അത് ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ്. കാരണം അവരും കൂടി ചേർന്നാണല്ലോ ഈ സമൂഹം എന്നുള്ള നിലയിലാണ്. പക്ഷെ അതൊക്കെ യഥാവിധി ആകുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടത് ചെയ്യുന്നവരാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാനിത് സൂചിപ്പിക്കാൻ, ഇത്തരം ഭിന്നശേഷിക്കാരായ ആളുകൾ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാത്തവർ, അംഗവൈകല്യം സംഭവിച്ചവർ, ഇത്തരം ആൾക്കാരെ അവരുടെ കൂട്ടായ്മ സൃഷ്ടിച്ച് അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, ആ രംഗത്ത് അവരുടെ കഴിവനുസരിച്ച്, എന്നുവെച്ചാൽ ഒരു അന്ധൻ എന്താണോ കഴിയുക അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മ KNM-ന്റെ കീഴിലുണ്ട്. ആ കൂട്ടായ്മയുടെ പേരാണ് റിവാർഡ് എന്ന് പറഞ്ഞാൽ റിഹാബിലിറ്റേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. മിക്ക റമദാനിലും പലർക്കും അറിയാൻ പിടിയിരിക്കുന്ന പലർക്കും അവരുടെ ഒരു സംഗമം നമ്മൾ ഇവിടെ നടത്താറുണ്ട്, ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ.
ആണും പെണ്ണുമായി, കണ്ണു കാണാത്തവർ, അവർ ഖുർആൻ ഓതുന്നത്, അവർക്ക് ക്വിസ് നടത്തിയിട്ട് അവർ വാങ്ങുന്ന മാർക്ക്, സമ്മാനങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. അങ്ങനെ അവരെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം, അതാണ് റിവാർഡ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അവർക്ക് വേണ്ടി അവരാൽ നയിക്കപ്പെടുന്ന ഒരു പള്ളി, ഒരു കേന്ദ്രം. ഒരു പക്ഷേ രാജ്യത്ത് ആദ്യത്തേതായിരിക്കാം ആ പള്ളി എന്ന് വിചാരിക്കും. നമ്മളെല്ലാവരും എല്ലായിടവും പോയി എല്ലാം കണ്ടിട്ടുള്ളവരൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഇവര് അന്ധത ബാധിച്ച ആൾക്കാർ, ബധിരരായ ആൾക്കാർ, ഊമകളായ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടത്തുക, അവർക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുക്കാനൊക്കെ പ്രത്യേക സംവിധാനങ്ങൾ ഇന്നുണ്ടല്ലോ. ആ രൂപത്തിലുള്ള ഒരു പള്ളി നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ അതിനുവേണ്ടി 14 സെന്റ് സ്ഥലം സംഘടിപ്പിച്ച് ഏതാണ്ട് 5775 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഒരു കേന്ദ്രം. ആ കേന്ദ്രത്തിൽ ഈ പറയുന്ന മാതിരി പള്ളിയുണ്ട്. അവിടെ ഖുത്ബ നടത്തുന്നതും ഇമാമത്ത് നിൽക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവര്. കാരണം അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ സാധാരണ വാർത്തകൾ കാണുന്ന ആൾക്കാരല്ലേ, വായിക്കുകയും പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ഇത്തരം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആംഗ്യ ഭാഷയിലൂടെ നടത്തുന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇവർക്ക് ഖുർആൻ പഠിക്കാനും ഹിഫ്ളാക്കാനും ഹദീസ് പഠിക്കാനുമുള്ള സംരംഭങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കേന്ദ്രം, ഇവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള കേന്ദ്രം തുടങ്ങിയിട്ടുള്ള വളരെ ബൃഹത്തായ രൂപത്തിൽ ഒരു സംരംഭം. അതായത് നമ്മളത് ഉദ്ദേശിക്കുന്നത് ഈ 14 സെന്റ് സ്ഥലത്ത് ഇത്രയും സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 2112 രൂപ തോതിൽ ഏതാണ്ട് 1.25 ലക്ഷത്തോളം, 1.30 ലക്ഷത്തോളം ഒക്കെ, 1,30,00,000 ഒക്കെയാണ് അതിന്റെ ഇത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതാണ്ട് 1 കോടിയിലധികം, 1.25 കോടിയോളം അതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. ഇത് അവരെ കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക വീഡിയോ സ്റ്റുഡിയോ എല്ലാം അവിടെ സംവിധാനിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ആദ്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ നിലയിലുള്ള ഒരു സംരംഭം, അതിൽ നിങ്ങൾ സർവാത്മന സഹകരിക്കണം. ഞാൻ 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരായ ആൾക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒന്ന്, അതിന്റെ പ്രതിഫലനം വളരെ വലുതാണ്. 2, ഇതൊരു സദഖത്തുൽ ജാരിയാണ്, ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു മുസല്ല നിർമ്മിക്കുന്നതിന് അതിനുള്ള സഹായമായി 18,000 രൂപയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഏത് നിലയിലും ഇന്ന് അതിനു വേണ്ടി ഇന്ന് കേരളത്തിലെ ഈ പള്ളികളിലൊക്കെ ഒരു കളക്ഷൻ നടത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ ഇന്നത്തെ കളക്ഷൻ അതിനുവേണ്ടി മാത്രമാണ്. പരമാവധി നിങ്ങൾ എല്ലാവരും ഇതിൽ സഹായിക്കണം. ഇനി വ്യക്തിപരമായി മറ്റൊരു രൂപത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടാൽ അതിനുള്ള സൗകര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏർപ്പാട് ചെയ്തു തരും. ഏതായിരുന്നാലും ഒരു നിസ്സാര കാര്യമായി കാണരുത്. പല കളക്ഷനും വേണ്ടി പറയുന്നത് പോലെയല്ല ഞാൻ ഈ പറയുന്നത്. ഇത്തിരി ഗൗരവത്തോടു കൂടി തന്നെ പറയാം. അത് നമുക്ക് പൂർത്തിയാക്കണം, അത് നമുക്ക് കാണണം. സമൂഹത്തിന് അതൊരു വഴികാട്ടിയായി മാറണം. ഇത്തരം ആർക്കാർ തൗഹീദും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായി വരണം. അതിനൊക്കെയുള്ള ഒരു വലിയ വഴികാട്ടിയാണ് ആ കാര്യം. നിങ്ങളെ ഉണർത്തുകയാണ്, അതിൽ സർവാത്മന സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇഖ്ലാസോടുകൂടി സഹകരിച്ച് കിട്ടാവുന്ന പ്രതിഫലങ്ങൾ വാങ്ങി പരലോകത്ത് ഏറ്റവും ധന്യരായി സൗഭാഗ്യവാന്മാരും സൗഭാഗ്യവതികളുമായി എത്തിച്ചേരാൻ നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്കൊക്കെ അള്ളാഹു തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നൽകി പരീക്ഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ ബാധിച്ച് വിഷമിക്കുന്ന പലരുമുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടല്ലോ പലരും പലതരത്തിലുള്ള രോഗം ബാധിച്ച് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ പെട്ടെന്ന് രോഗാതുരരായി മാറുന്ന, ശയ്യാവലംബികളായി മാറുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. നല്ലപോലെ ഓടി നടന്നിരുന്ന ആൾക്കാർ അതിന് കഴിയാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് വന്ന് പതിക്കുന്ന നമ്മളുണ്ട്. ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലരും. അള്ളാഹു അവർക്കൊക്കെ സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ കുടുംബാദികളെയും എന്നും എപ്പോഴും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് പറയുമ്പോൾ ഞാനൊരു വ്യക്തിയെ അനുസ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, മറ്റൊന്നുമല്ല. നമ്മളുടെ ഫതഹുദ്ദീൻ തങ്ങൾ എന്ന് പറയും, അദ്ദേഹം ആന്ത്രോത്ത് സ്വദേശിയാണ്.
ഇവിടെ അദ്ദേഹം കെനിയയിലെ ഇസ്ലാമിക ദാഴിയാണ്, ദഅവത്ത് നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മകനോടൊപ്പം ഈ പള്ളിയിൽ വരാറുണ്ട്. അദ്ദേഹം ഇത്തിരി പ്രയാസത്തിലാണ്. നമ്മളുടെ ഉത്തരവാദപ്പെട്ട പലരും പോയി കണ്ടപ്പോൾ പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ആന്ത്രോത്ത് ദ്വീപില് തൗഹീദിന്റെ ഒരു കേന്ദ്രം, ഒരു പള്ളി സ്ഥാപിച്ചപ്പോൾ ആ പള്ളിയിലെ ഖുതുബ നിർവഹിച്ച് ഫസ്റ്റ് ഖുതുബ ജുമുഅക്ക് നേതൃത്വം നൽകിയത് ഞാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ പ്രയാസങ്ങളെ അകറ്റിക്കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യം നൽകി ദീനീ രംഗത്ത് സജീവമാകാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ സേവനങ്ങളും അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. നമുക്കും അദ്ദേഹത്തിനും അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.